ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്കിന്ന് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 6 വറ്റൽമുളക്, അതല്ലെങ്കിൽ കാശ്മീരി മുളക്, ഒരു വലിയ സവാള കഴുകിയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചത്, 4 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പഴുത്ത തക്കാളി, ഒരു തണ്ട് വേപ്പില, ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായി തക്കാളിയുടെ തൊലിയൊക്കെ വിട്ട് വരുന്ന വരെ, സവാളയുടെ കളർ ചെറുതായിട്ടൊക്കെ ചേഞ്ച് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വാടി വന്നപ്പോൾ കാശ്മീരി മുളകല്ല നമ്മൾ ചേർത്തത്, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകരം നമുക്ക് കാശ്മീരി മുളകാണെങ്കിൽ നമുക്ക് ഈ മുളക് പൊടിയുടെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനി ഇതൊന്ന് തീ ഓഫ് ചെയ്യുക. ശേഷം നമുക്ക് ഒരു നുള്ള് നല്ല ജീരകം, അത് ആ ചൂടുള്ള ചട്ടിയിൽ കിടന്നിട്ട് തന്നെ മൊരിഞ്ഞോളും. പിന്നെ ഇനി നമ്മൾ തീ കത്തിക്കൊന്നും വേണ്ട. ഇനി ചൂടാറിയ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. നല്ല അടിപൊളി ചമ്മന്തി തയ്യാറായി. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.